എൻ്റെ പേര് എൻ്റെ ന്യൂബമി ക്രാഫ്റ്റിലേക്ക് എവരെയും സ്വാഗതം ചെയ്ത് നമ്മളിതാ ഇവിടെ ഈ വീഡിയോ തുടങ്ങുന്നു. അതെ, ഇന്നത്തെ നമ്മൾ മറ്റേ വേൾഡിൻ്റെ വീഡിയോ ഇന്നത്തോടെ നമ്മൾ അവസാനിപ്പിച്ചു. അതെ, നമുക്ക് ഈ ഒരു വേൾഡ്, പുതിയൊരു വേൾഡ്, അതെ ഇത് നമ്മൾ ഹാർഡ് കോർ വേൾഡാണ് കളിക്കാൻ പോകുന്നത്. അതിൽ 100ന്റെ സർവൈവൽ, അതാണ് എൻ്റെ ഗോൾ. അപ്പോൾ ഇന്ന് വെറും 1 ഡേ സർവൈവൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. യൂട്യൂബ് വേൾഡ് എന്നാണ് നമ്മൾ പേര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ വേണ്ട, യൂട്യൂബ് വേൾഡ് എന്ന് വേണ്ട, നമുക്ക് മാറ്റിയിട്ട് മൈ വേൾഡ് എന്നൊന്ന് എടുക്കട്ടെ. മൈ വേൾഡ് എന്നതിലൊക്കെ ഹാർഡിലൊക്കെ ഇടേണ്ട സമയമായി. അല്ല, നമ്മൾ ഹാർഡ് കോർ അല്ലേ, ഹാർഡ് കോർ ഇരിക്കട്ടെ, ഹാർഡ് കോർ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു അടിപൊളി സീഡ് നോക്കണം. സീഡ് നമുക്ക് വെറുതെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അത് വേണ്ട. അപ്പോൾ നമുക്ക് ഇപ്പം നമ്പർ തന്നെ ആയിക്കോട്ടെ, നമുക്കുള്ള നമ്പർ കൊടുത്തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ജലദോഷം ഉണ്ട് ഗൈസ്, അതുകൊണ്ടാണ് മൂക്കി ഇറക്കി വിളിക്കുന്നത്. അതൊന്നും നിങ്ങൾ വിഷയമാക്കേണ്ടതില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ ഇൻട്രോ കേട്ടതിൽ നിങ്ങൾക്ക് സന്തോഷമില്ലേ എങ്കിൽ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കൂ. ഒരു മൈനസ് ഇരിക്കട്ടെ, അല്ലെങ്കിൽ മുമ്പിലും ഒരു മൈനസ് ഇരിക്കട്ടെ. കോർഡിനേറ്റേഴ്സ് ആൻഡ് പ്ലേയേഴ്സ് അതാണ് മെയിനായിട്ട് വേണ്ടത്. കാരണം ഹട്ട് കിടന്ന് തിളങ്ങുന്നത് നിങ്ങൾ കണ്ടില്ലേ? അതെ നമുക്കെന്തായാലും 100 സർവൈവ് ചെയ്തേ തീരും. കാരണം നല്ല ടഫാണ്, ടഫാണ്. ഫസ്റ്റ് ബെഡുണ്ടാക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. അതായിരിക്കും നല്ലത്. കാരണം എന്തെന്നാൽ ഫസ്റ്റ് ഡേ എങ്ങാനും ബെഡുണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ചത്തുപോകും ഗൈസ്. ചെന്നിടത്ത് തന്നെ ഒരാട് കാണണേ, മൂന്നാട് കാണണേ. ചെന്ന സ്ഥലത്ത് തന്നെ 3 ആട് കാണണേ. ചെന്ന സ്ഥലത്ത് തന്നെ 3 ആട് കാണണമേ. എന്താടാ ലോഡായി അങ്ങ് വരാത്തത്? നമ്മൾ സ്പോണിക്കും. അവിടെ ആടില്ലേ? നമുക്ക് ഫസ്റ്റ് അവനെ തന്നെ അങ്ങ് തീർത്തേക്കാം. അപ്പോൾ നമ്മളെ കൂടെ ഇപ്പം മെയിൻ ക്രാഫ്റ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം നമുക്ക് ഫസ്റ്റ് സ്പോണായ സ്ഥലത്ത് ആ കുഴിക്കങ്ങൾക്ക് ഒന്ന് ചാടിപ്പോകില്ല. അതുകൊണ്ട് അവിടെ കേവലം ഇങ്ങോട്ട് പോ. തീരടാ, തീരെ അവിടെ ഒരാടുണ്ട്. അയ്യോ, അവിടെ കേവളെന്ന് തോന്നുന്നു. എന്ത് ചെയ്യാം? അവിടെ ഒരു ബ്ലോക്ക് മൈൻ ചെയ്ത് മാറ്റിയാൽ നമുക്ക് പോരാൻ പറ്റുമോ? അതോ അവിടുത്തെ ബ്ലോക്ക് അവിടെ തീർക്കണം. കാരണം പ്ലീസറാ എന്ത് ചെയ്യാനറിയോ, ഇങ്ങനെ തീർത്തിട്ടാണ് എനിക്കൊന്ന് പോയിട്ട് കിടന്നാണ് ഉറങ്ങാൻ വേണ്ടിയുള്ളതല്ല. അവിടെ വലിയൊരു റിവ്യൂവിന് പോലെ എന്തോ സംഭവമാണ്. നീതിയിരുന്നു ഇനിതോ ഒറ്റെടുത്താലും മറ്റെടുത്താലും കൂടി എന്തോന്നടേ ഒന്ന് വേഗം കിട്ടേ. കാണാനും ഇല്ലല്ലോടെ. ഇവിടെ ഒരു തേനീച്ച കൂടെ ഉണ്ട്. അവിടെ ഉണ്ടാവണം. എനിക്കൊന്നും കാണുന്നില്ല. ഒരാളല്ല, 2 പേരോ. ഞാൻ വിചാരിച്ചാൽ അത് ഇരട്ടത്തലയുള്ള ആളാണ്. നല്ല ഡാമേജ് പോയിട്ടുണ്ടല്ലോ. ചാവ്. ഇപ്പൊ 3 എണ്ണമായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മരം വെട്ടിയേക്കാം. മരം വെട്ട്. ആ മരം ഫുള്ള് വെട്ടിയിട്ട് നമുക്കൊരു മാക്സിമം ആ മരം ഫുള്ള് വെട്ടാൻ നോക്കണം. മാക്സിമം ആ മരം ഫുള്ള് വെട്ടിയതിനു ശേഷം എന്നിട്ട് വേണം നമുക്ക്
ഡർട്ട് ഹൗസ് ക്രാഫ്റ്റ് ചെയ്യാൻ. അതെ, ഡർട്ട് ഹൗസ് ഉണ്ടെങ്കിൽ സുഖമായി നമുക്ക് കിടന്നുറങ്ങാം. അറിയോ, ഫസ്റ്റ് ഡേ ഞാൻ ഒരു മോബിനെയും പിടിച്ചടിക്കില്ല എന്നാണ് എൻ്റെ ശബ്ദം. അഥവാ എല്ലാ മോബും വെറുതെ നടക്കുന്നുണ്ടെങ്കിൽ അവനെ നമുക്ക് തീർക്കണം. നമ്മൾ ആടിനെ തീർത്തതുപോലെ. ഡയമണ്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഒന്ന് ക്രാഫ്റ്റ് ചെയ്യേണ്ടി വരും. എവിടെ ഞാൻ വെട്ടി കുറച്ച് മരങ്ങൾ അതുകൊണ്ട് അവിടെ നിൽക്കുന്ന മരം അതുകൊണ്ട് പറയട്ടെ വടിയെന്നിട്ട് നമുക്ക് ആ റിവർ സൈഡിലെങ്ങാണ് നമ്മുടെ ബേസ് സെറ്റാക്കാൻ നോക്കാം. ഇവിടുന്ന് ഇങ്ങനെ ചാടി കഴിഞ്ഞാൽ കൂടുതൽ ദൂരം കവർ ചെയ്യും. അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യാതെ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം സോറി അറിയാതെ വെച്ചാൽ ക്രാഫ്റ്റ് ടേബിൾ ഒന്ന് ക്രാഫ്റ്റ് ചെയ്യണം. അപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിൾ എനിക്ക് പറ്റുന്നൊരു ബാൾ ക്രാഫ്റ്റ് ചെയ്യണം. എന്നിട്ട് നമുക്കൊരു പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്യണം. പിന്നെ ലാസ്റ്റ് ഒരു ശമല കൂടി. നമുക്കിതാ പിക്കാക്സ് എടുത്ത് കൈ വെച്ചേക്കാം. നമുക്ക് വേണം കുറച്ച് ഡർട്ട് ഹൗസ് മേക്ക് ചെയ്യാൻ. ഡയറക്റ്റ് വേണം. ഡയറക്റ്റ് പോരട്ടെ. അത്യാവശ്യം ഡയറക്റ്റ് വേണ്ടി വരും. നൈറ്റാവാതിരുന്ന മതിയായിരുന്നു. എനിക്ക് ശവര് പൊട്ടണ വരെ ചെയ്യണോ? അറ്റം വരെ പോട്ടെ. അറ്റം വരെ പോകട്ടെ നമ്മുടെ ശവല് വെച്ച്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ ബോറടിക്കുന്നെങ്കിൽ സ്കിപ്പ് ചെയ്തു കൊള്ളൂ. ആരെയും നമ്മൾ നിർബന്ധിപ്പിച്ച് കാണിക്കുന്നില്ല. അഥവാ നിങ്ങളും ഒരു ന്യൂബാണെങ്കിൽ എൻ്റെ കൂടെ കളിച്ച് പഠിക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ 100 ഡേയ്സ് ഞാനൊരു ന്യൂബായിട്ട് കൂടി നമ്മൾ ഈ 100 ഡേയ്സ് ചലഞ്ച് ഏറ്റെടുക്കുന്നത് ഒന്നിനും വേണ്ടിയല്ല ഗൈസ്. വെറുതെ ഇരിക്കുകയാണ്. പെരയിൽ നിന്ന് ബോറടിക്കാൻ തുടങ്ങി. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ചെയ്യാം. അപ്പോൾ ശവന് വെട്ടിങ് ഏതായാലും പിന്നെ ഇതിനോട് കംപ്ലീറ്റ് ആക്കിയേക്കാം. അല്ലെങ്കിൽ ആ ലൈനിന് സങ്കടം. അതുകൊണ്ട് പൂവ്. അപ്പം ഇനി നമുക്ക് ബെഡ് നമുക്ക് നമ്മുടെ ചോത്ത ബെഡാക്കാം. ചോപ്പ് ബെഡ് അത് മതി. മണ്ട് നമുക്ക് ഇനി നമുക്ക് ഒരു ബെഡൊന്ന് ക്രാഫ്റ്റ് ചെയ്യേണ്ടി വരും. അതിനായിട്ട് നമുക്ക് ലേശം മരത്തിനെ 4 മുറിക്കേണ്ടി വരും. അതിന് മുമ്പ് നമുക്ക് ആ കളറൊന്ന് കളർ ചെയ്തെടുക്കാം. നമുക്ക് ഇതോണ്ട നിൽക്കണേ. അങ്ങനത്തെ മോള് നമ്മൾ പെയിന്റ് അടിച്ചിട്ടുണ്ട്. ബെഡ് അതുകൊണ്ട് അതിൻ്റെ സൈഡിൽ വെക്കപ്പെട്ട് നമുക്ക് ഡയറക്റ്റ് ഹൗസ് മേക്ക് ചെയ്യേണ്ട സമയമായി. ഒരു ബ്ലോക്ക് തടവ് ഒരു ബ്ലോക്ക് തടവ് ഒരു ബ്ലോക്ക് തവിടെ ഒരു ബ്ലോക്ക് തടവ് ഒരു ബ്ലോക്ക് തവിടെ ഒരു ബ്ലോക്ക് തവിടെ ഒരു ബ്ലോക്ക് തവിടെ. അത്ര സ്പേസ് മതി. നമുക്ക് ചെറിയൊരു ഹൗസാണ് നമുക്ക് ഉണ്ടാക്കുന്നുള്ളൂ. വലുതൊക്കെ നമുക്ക് ആദ്യം 100 ദിവസം സർവൈവ് ചെയ്യട്ടെ ബോസേ. എന്നിട്ട് പോരാ. എന്തിനാ വെറുതെ ധൃതി കൂട്ടണേ? നമ്മൾ 100 ഡേ സർവൈവ് ചെയ്യണം. അതായിരിക്കണം നമ്മുടെ ഗോൾ. നമ്മൾ ചെയ്തിരിക്കും. ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്തായാലും ചെയ്തിരിക്കും. കാരണം കഴിക്കാൻ പോലും നല്ല ഫുഡില്ല. ആ പാഴ കൊന്നാടിൻ്റെ മിക്കവാറും പട്ടിണി വരുന്നതന്നെ ചാവും. ഇങ്ങനെ പോവാണെങ്കിൽ വെയിറ്റ് ചെയ്ത് എവിടെയെങ്കിലും
നട്ടുപിടിപ്പിച്ചിട്ട് അതിനൊരു വീട്ടിലേക്ക് ഒരു 3 വീറ്റ് ഒപ്പിച്ച് കഴിഞ്ഞാൽ മിക്കവാറും വേട്ടക്കാരനില്ല ഒരു രാത്രി. എന്നാൽ മാത്രമേ നമുക്ക് സ്കെൽറ്റൻ ഉപയോഗിച്ചിട്ട് സ്കെൽറ്റൻ്റെ ബോൺ ഉപയോഗിച്ചിട്ട് വേഗം വീറ്റൊക്കെ ഫാം ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഈ ദിവസം നമ്മൾ രാത്രി സ്കിപ്പ് ചെയ്യും. ഡേയ്സ് കൊണ്ടുപോകണ്ടല്ലേ. പിന്നെ നിങ്ങളെന്താ വിചാരിച്ചു എല്ലാ ദിവസവും ഞാൻ രാത്രി നിന്നിട്ട് സ്കിപ്പ് ചെയ്യുന്നതാണ്? ഓണാ പട്ടന്മാരെ, ഞാൻ കിടന്നുറങ്ങും. എന്താ പിന്നെ ഒക്കെ ഉറങ്ങൊന്നും വേണ്ടേ? ഉണങ്ങിയില്ലെങ്കിലേ 3 ദിവസം ഉറങ്ങിയില്ലെങ്കിൽ ആ മറ്റേ ജന്തു വരും, എന്നിട്ട് നമ്മളത് തീർക്കും. അപ്പം പിന്നെ ഹാർഡ് കോർ 100 ഡേയ്സ് രണ്ടാമത്തെ 3-ാമത്തെ സീസണിൽ നമ്മൾ ഫായാവും. അതുകൊണ്ട് വേണ്ട. ഒരു ഡോറ് ക്രാഫ്റ്റ് ചെയ്യണം. ഒരു ഡോറ് വേണം. ഡോറ് ബെഡ് പ്ലേസ് ചെയ്ത് ഇനി നമുക്ക് പുറത്ത് കാണാം. അതുകൊണ്ട് പോയി. അപ്പോൾ ഞാൻ പാവലെ കയറ്റി വിട്ടേക്കാം. നമുക്ക് തിരപ്പാണ് കയറണം. നഞ്ഞിട്ട് വേണ്ടട്ടാ, ഞാൻ ചത്തേക്കും. പൂജ്യപ്പേട്ട കിട്ടിയപ്പോൾ ഞാൻ ചത്തു. ഇത്ര ഉള്ളാണ്ട് ലൈഫൊക്കെ. അതുകൊണ്ട് ഈ പള്ളിക്കുട്ടനെ തീർത്ത് നമുക്ക് എന്തെങ്കിലും തീർക്കണോ? ഇതുകൊണ്ടാ സോംബിയല്ലേ വെള്ളത്തിൻ്റെ അടിയിലാണ് പറഞ്ഞില്ലേ. ഒരു മോബിനും കൊല്ലുകയാണ് ഞാൻ വെറുതെ പറഞ്ഞതല്ല. വെറുതെ പോണേറ്റങ്ങൾ നമ്മൾ വിളിച്ചു വരുത്തി വിളിക്കും. ചത്താവൊന്നും ഡ്രോപ്പ് ചെയ്തില്ലല്ലോ. ഇറച്ചി പോലും ഡ്രോപ്പ് ചെയ്തില്ല. ഇതോന്ന് സോംബിയാണ്. ഓടെ നെറ്റായി തുടങ്ങി. ഇപ്പോൾ എന്തും സംഭവിക്കാം. നമുക്ക് ഈ ഷുഗർ കെയിൻ ഗ്യാസ് അടിച്ചു നോക്കാം. എന്നിട്ടോടെ നമുക്ക് ഒരു വേൾഡിന് ചെറിയൊരു മാപ്പ് ഉണ്ടാക്കണം. നമ്മൾ 100 ഡേയ്സ് സർവൈവ് ചെയ്ത മാപ്പ്. ലേറ്റായി തുടങ്ങി. അപ്പോൾ സൂര്യാസ്തമയം ഞങ്ങളെ കാണിക്കില്ല. പിന്നെ ചെറുതായിട്ടൊക്കെ അടിയിലാൽ മതി. നമുക്ക് വേഗം ചെന്ന് തുടങ്ങാം. സൂര്യോദയം കാണിച്ചിട്ട് നമുക്ക് വീഡിയോ നിർത്തണം. ക്ലിക്ക് ചെയ്തു. ഉറങ്ങുന്നു. നമ്മളിതാ കളി കാണുന്നതാരെ? അതാ റീസ്പോൺ സെറ്റ് എന്ന് പറയുന്നത്. ആരെയും കളി കണ്ടില്ല. അതെ, സൂര്യനവിടെ. അതുകൊണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. മാക്സിമം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ന്യൂബി ഗെയിമിൻ്റെ വീഡിയോ അവസാനിച്ചിരുന്നു എന്ന് സമർപ്പിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.